DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസത്തിലെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഫെബ്രുവരി മാസത്തിൽ 3ഓളം ആനുകൂല്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗുണഭോക്താക്കളിലേക്ക് എത്തുവാൻ പോകുന്നത്. മാസം 2000 രൂപ വീതമുള്ള ക്ഷേമ പെൻഷന് പുറമെ 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്കായുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആദ്യ വിതരണവും ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും. മാസം 1000 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ അതേ മാതൃകയിൽ സ്ത്രീ സുരക്ഷാ പെൻഷനായി ലഭിക്കുക. ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പിൻ്റെ ഫെബ്രുവരി മാസത്തിലെ 1000 രൂപയുടെ വിതരണവും ഉണ്ടാകും. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്കോളർഷിപ്പിൻ്റെ ആദ്യ വിതരണം ജനുവരി മാസത്തിൽ ആരംഭിച്ചിരുന്നു. നിലവിലുള്ള മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഗുണഭോക്താക്കളാകാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി 31 ലക്ഷം പേർക്കാണ് പ്രയോജനം ലഭിക്കുക. ഇതുവരെ 17 ലക്ഷം പേർ പദ്ധതിയിൽ അംഗമായിട്ടുണ്ട്. എല്ലാ മാസവും 1000 രൂപ വീതം നൽകുവാൻ 3720 കോടി രൂപയാണ് ഈ വർഷം വകയിരുത്തിയിരിക്കുന്നത്. ഓൺലൈനായി നൽകിയിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അർഹതയുള്ളതാണെന്ന് കണ്ടെത്തി അത് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും ഭരണസമിതികൾ കൂടി അംഗീകരിക്കുന്നതോടെയാണ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഈയൊരു നടപടികൾ കൂടി പൂർത്തീകരിക്കുവാൻ ഉള്ളതുകൊണ്ടാണ് ജനുവരി മാസത്തിൽ ഇതിൻ്റെ പെൻഷൻ വിതരണം നടക്കാതിരുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആദ്യ 1000 രൂപയുടെ വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും. അപേക്ഷ ഡിസംബർ മുതൽ സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും ഡിസംബറിലെയോ ജനുവരിയിലെയോ കുടിശ്ശിക ഒന്നും ലഭിക്കുകയില്ല. ഫെബ്രുവരിയിലെ തുക മുതലായിരിക്കും ലഭിച്ചു തുടങ്ങുക. ഈ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിയോ കരാർ ജോലിയോ ഇല്ലാത്തവരും മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തവരുമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന 35-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇനിയും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാമത്തേത്, അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം എന്ന നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയാണ്. 5 ലക്ഷം ചെറുപ്പക്കാർക്ക് പ്രയോജനം ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിൽ 70,000 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ ഈ വർഷം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ വിതരണം 1000 രൂപ ഫെബ്രുവരിയിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അടുത്തത് 62 ലക്ഷത്തോളം പേർക്കുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണ്. മാസം 2000 രൂപ വീതമുള്ള ഇവയുടെ വിതരണം ഫെബ്രുവരി 21-ന് ശേഷമായിരിക്കും സംസ്ഥാനത്തുണ്ടാവുക. നിലവിൽ ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഭൂരിഭാഗവും പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു. വീടുകളിലേക്കുള്ള പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പ്രധാനമായും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 വർഷത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വേണ്ടി നടത്തേണ്ട പെൻഷൻ മസ്റ്ററിംഗ്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. മാത്രമല്ല, പരമാവധി പേർക്ക് തടസ്സമില്ലാതെ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നതിനായി കഴിഞ്ഞ വർഷങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയും നൽകാത്തവർക്കായി വീണ്ടും 6 മാസം കൂടി സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ ജൂൺ 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ സമർപ്പിക്കാത്തവർക്കും പെൻഷൻ മുടങ്ങുന്നതല്ല. അതുപോലെ മുൻകാലങ്ങളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ സെന്ററുകൾ വഴി അക്കാര്യം പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് വർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ 2000 വീതമുള്ള ക്ഷേമ പെൻഷൻ എന്നിവയുടെ വിതരണ തീയതി അറിയിപ്പ് ഔദ്യോഗികമായി വരുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.